ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 5 ഫുഡിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ജിമ്മിൽ പോയി ഒരുപാട് ഹാർഡ് വർക്ക് ഇപ്പം ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് റിസൾട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഒരു 7-8 കിലോ വരെ മാക്സിമം കുറയ്ക്കാൻ പറ്റിയൊരു 5 ഫുഡിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വെയിറ്റ് ലോസ് ചെയ്യാനൊക്കെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവരെ കൊണ്ട് പറ്റുന്നില്ല. ചിലപ്പോൾ ഡയറ്റ് എടുക്കാൻ പറയും. ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡയറ്റ് എടുക്കാനൊക്കെ ട്രെയിനർമാർ പറയുന്നുണ്ട്. പക്ഷേ ഡയറ്റ് കറക്റ്റായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് അവർക്ക് റിസൾട്ട് കിട്ടാത്തത്. ജിമ്മിൽ പോയി വെറുതെ വർക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളെ വെയിറ്റ് ലോസ് ആവത്തില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രോപ്പർ ഡയറ്റും കൂടെ എടുത്തിരിക്കണം. അത് മെയിനായിട്ട് ഡയറ്റാണ്. അപ്പം 80% ഡയറ്റും ബാക്കി 20% നമ്മളെ വർക്കൗട്ടും കൂടെ, വ്യായാമം കൂടെയാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇപ്പം ബോഡി ബിൽഡ് ചെയ്യാനായിക്കോട്ടെ, ഇപ്പം വെയിറ്റ് ലോസ് ചെയ്യാനായിക്കോട്ടെ, വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ, എന്തിനായാലും നിങ്ങൾക്ക് ഡയറ്റ് മെയിനാണ്. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് ഒരു 5 ഫുഡ് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റിയ ഒരു 5 ഫുഡിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്കൊരു മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഒന്നാമത്തെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ റെഗുലറായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡിനകത്ത് നിങ്ങൾ ഇലക്കറികൾ ആഡ് ചെയ്യുക. അപ്പം ഒരു മാസം നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞിരുന്ന ഫുഡുകൾ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പം ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്കറികൾ ആഡ് ചെയ്യുക. ചീര, കേള്, കൊളാഡ് ഗ്രീൻസ്, ഈ 3 എണ്ണം നിങ്ങൾ ഫസ്റ്റായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് കഴിക്കുന്ന ഫുഡിൽ ഉച്ചയ്ക്കായിക്കോട്ടെ വൈകിട്ടായിക്കോട്ടെ ഈ രണ്ട് നേരം ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യുക. അപ്പം ഇതിനകത്ത് കലോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ കുറവാണ്. ചിലപ്പോൾ ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ 20 അല്ലെങ്കിൽ 50 ഗ്രാം കലോറി ഇതിനകത്ത് ഉൾപ്പെടുന്നുള്ളൂ. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കലോറി കൂടിക്കഴിഞ്ഞാൽ അത് ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കലോറി കുറഞ്ഞ ഫുഡ് കഴിക്കുക. അതുപോലെ ഫൈബറിന്റെ അളവ് കൂടുതലുണ്ടോയെന്ന് നോക്കിയിട്ട് മാത്രം കഴിക്കുക. അതുപോലെ ഇലക്കറികളിനകത്ത് വിറ്റാമിൻസും മിനറൽസും ഒരുപാടുണ്ട്. അതുപോലെ നമ്മുടെ മെറ്റബോളിസം ഒക്കെ നല്ലോണം വർദ്ധിക്കും. അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഒന്നാമത്തെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്കറികൾ ആഡ് ചെയ്യുക. അതിനകത്ത് മെയിനായിട്ട് ചീര, കേള്, കൊളാഡ് ഗ്രീൻസ്, ഈ 3 എണ്ണം മസ്റ്റായിട്ട് ആഡ് ചെയ്യും. രണ്ടാമത്തെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ഫിഷാണ്. ഫാറ്റി ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൽമൺ, ടൂണ, അയല പോലുള്ള മീനുകളാണ്. അപ്പോൾ അതിനകത്ത് ഒമേഗ 3യുടെ അളവ് കൂടുതലുള്ളതുകൊണ്ട് നമ്മളെ ഫാറ്റ് പെട്ടെന്ന് ബേൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ അതിനകത്ത് കലോറിയും കുറവാണ്. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളെ നിങ്ങളെ ഫുഡിനകത്ത് ഫാറ്റി ഫിഷ് ഉൾപ്പെടുത്തുക. മൂന്നാമത്തെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ, ബ്രൊക്കോളിയൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ഫുഡിനകത്ത് ലഞ്ചിനകത്ത് ഉൾപ്പെടുത്തുക. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡിനകത്തോ അല്ലെങ്കിൽ വൈകിട്ട് കഴിക്കുന്ന ഫുഡിനകത്തോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. തന്നെ കോളിഫ്ലവറിനകത്തും ബ്രൊക്കോളിക്കകത്തും ഒരുപാട് വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഉറപ്പായിട്ടും മസ്റ്റായിട്ട് നിങ്ങളെ ഫുഡിനകത്ത് ഉൾപ്പെടുത്തും. വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന 4ാമത്തെ ഫുഡാണ് പയറുവർഗ്ഗങ്ങളാണ്. ചെറുപയറും കറുത്ത പയറുമാണ് അതിന്. ഇതിനകത്ത് ഹൈ പ്രോട്ടീനും അതുപോലെ കലോറിയും തീരെ കുറവാണ്. ഒരുപാട് വിറ്റാമിൻസും മിനറൽസും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. ഇതിനകത്ത് മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മള് കറുത്ത പയറും. 5ാമതായിട്ട് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡാണ് ഫ്രൂട്ട്സ് ഐറ്റമാണ്. ഓറഞ്ചും നാരങ്ങയും. ഈ 2 എണ്ണത്തിൽ വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഫാറ്റ് ബേണാക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഈ 2 ഫ്രൂട്ട്സ് നിങ്ങളെ ഫുഡിൽ ഉൾപ്പെടുത്തുക. ഡെയിലി നിങ്ങൾ റെഗുലറായിട്ട് കഴിക്കുന്ന ഫുഡിനകത്ത് ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ ഉൾപ്പെടുത്തും. അപ്പോൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ 5 ഫുഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് എത്തിക്കുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.